1 മുതൽ തുടർച്ചയായ കുറച്ച് ഇരട്ടസംഖ്യകളുടെ തുകയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അതായത് 110, 420, 930, 1640, 3660, 4970 എക്സെട്ര. അപ്പോൾ ഇതെല്ലാം ഒന്നാമത്തെ കണക്ക് എ എന്ന് പറയുന്നത് തുടർച്ചയായ കുറച്ച് ഇരട്ടസംഖ്യകളുടെ തുകയാണ് 110. അപ്പോൾ ഈ 110 എന്ന് പറയുന്നത് സംഖ്യകളുടെ തുകയായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ സംഖ്യാശ്രേണിയിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് നമ്പറെ 10നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 20 കിട്ടും. അപ്പോൾ അതിൻ്റെ സംഖ്യാശ്രേണി നമ്മൾ എഴുതി കൂട്ടുക എന്ന് പറയുമ്പോൾ 2 + 4 + 6 + 8 + എക്സെട്ര പ്ലസ് 20 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 110 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 420. ഇപ്പോൾ 420 എന്ന് പറയുന്നതും അതിൻ്റെ ലാസ്റ്റ് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 20ആണ്. ആ 20നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 40 കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ 2 + 4 + 6 + എക്സെട്ര പ്ലസ് 40 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 420 കിട്ടും. അടുത്ത സംഖ്യ നോക്കാം, 930. അതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് 30ആണ്. അപ്പോൾ 30നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 60 കിട്ടും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകൾ നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 60ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ബാക്കി 2 കണക്കുകൾ, അപ്പോൾ 1, 2, 3 ചെയ്തു. 1, 2, 3 കണക്കുണ്ട്. ആ 3 കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഇരട്ട സംഖ്യകളുടെ തുക തന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാം. അത് എല്ലാ കണക്കുകൾക്കും നമുക്കത് മെത്തേഡ് ശരിയല്ല. ഇത് 110 4 എന്ന് പറയുന്നത് ഇതിൻ്റെ സംഖ്യകൾ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത്. താങ്ക് യു.